ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ചെടികളുടെ കെയറിങ് ഈ സമയത്ത് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഗൻവില്ലയുടെ ഹാർഡ് ബ്രൂണിങ്. ബോഗൻവില്ല വേനൽക്കാലത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടായി, ഇപ്പോൾ മഴയായിട്ടുണ്ട്. ഇപ്പോൾ മഴയത്ത് നിറയെ തണ്ടുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അലക്ഷ്യമായിട്ട് വളർന്നു വന്നിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ബോഗൻവില്ല ഷേപ്പാക്കി നിർത്തുകയാണ്. ഹാർഡ് ബ്രൂണിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഗൻവില്ല ചുവട്ടിൽ ഇതേപോലെ ശാഖകൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് എല്ലാ ബോഗൻവില്ല ചെടികളും കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് വരുന്ന ശാഖകൾ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വേനൽ ആകുമ്പോഴേക്കും, ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും, അടുത്ത ഫ്ലവറിങ് സീസൺ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഗൻവില്ല ചെടികളെ നല്ല ഷേപ്പാക്കി നിർത്താൻ പറ്റും. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മളൊന്ന് ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ചട്ടിയിൽ നിന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഹാർഡ് ബ്രൂണിങ് ചെയ്യുന്ന തണ്ടുകൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒന്ന് ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിതേപോലെ പുതിയതായിട്ട് നട്ട് കൊടുത്ത തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മളിപ്പോൾ ഈ ഒരു ചെടിയാണ്, ഈ ചെടിയിൽ നിന്ന് 2-3 ശാഖകൾ വളർന്നു വന്നിട്ടുണ്ട്. അതിന്ന് ശാഖകൾ ഉപശാഖകളായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ചെടികളും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ 2 ചട്ടിയിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇലകളും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൽ തുളസി തൈകളുണ്ടായതാണ്, അത് നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ബോഗൻവില്ല ചെടികളും ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വരിയായിട്ട് ടെറസിന് മുകളിൽ വെച്ച് കൊടുത്ത ബോഗൻവില്ലകളാണ്. നമ്മൾ ബോഗൻവില്ലയുടെ കെയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ബാക്കി കുറച്ച് ചെടികളോട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ബോഗൻവില്ല ചെടികൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പൂക്കൾ സീസണാകുമ്പം ഈ ചെടികളിലൊക്കെ വിരിഞ്ഞ് കിട്ടും. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.